3 ദിവസമായിട്ടാണ് പഞ്ചായത്ത് തന്നെ മാധ്യമങ്ങളിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രാദേശികമായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. പ്രദേശവാസികളുടെ, കർഷകരുടെ, സാധാരണക്കാരുടെ, വീട്ടമ്മമാരുടെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പോ അപേക്ഷയോ ലഭ്യമായിട്ടില്ല. കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ വരുന്നത്. പ്ലാച്ചിമട, കൊക്കക്കോള പോലുള്ള കമ്പനികൾ വർഷങ്ങളോളം സമരം ചെയ്തിട്ടാണ് പൂട്ടിപ്പോകുന്ന സ്ഥിതി വന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ആ പ്രദേശത്തെ ജനവാസികൾ അനുഭവിച്ചതാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനം എലപ്പുള്ളിക്കും വരരുത് എന്നുള്ള ഒരു വലിയൊരു വിഷമത്തോട് കൂടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഉള്ള സാഹചര്യം ആ സമയത്താണ് മണ്ണുക്കാട് പ്രദേശത്ത് ഇത് വരാൻ പോകുന്നത്. അവിടെ കൃഷിക്കാർക്കൊക്കെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇത് വരാൻ പാടില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. ഒരു അടിയന്തരമായ ഒരു ബോർഡ് കൂടി ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് അറിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ചെറിയ പഞ്ചായത്ത് മിനി കുടിവെള്ള പദ്ധതികളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടിവെള്ളം. ഇതെല്ലാം തന്നെ ഈ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇല്ലാതാവും. ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടും. പുള്ളി പഞ്ചായത്ത് തന്നെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചതാണ്, ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. ആ ഭാഗത്ത് ഇനി ഇതേപോലുള്ള കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജലസ്രോതസ് തന്നെ ഇല്ലാതാവും. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഇവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വെള്ളം മാത്രമേ ഈ വെള്ളം നോക്കി അറിയാം, പോകുന്നത് നോക്കി അറിയാം. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ക്രോപ്പ് കൃഷി ചെയ്യുന്നത്. ഇതൊരു കാരണവശാലും വരാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം. സാധാരണക്കാരനായ വളരെ 1 ഏക്കർ, 1/2 ഏക്കർ, 10 സെന്റ്, 20 സെന്റ് കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നത്. അത് നെല്ലുവില തന്നെ കിട്ടാനും ബുദ്ധിമുട്ട് നടക്കുന്ന സമയങ്ങളിൽ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം. ഇതിന്ന് മന്ത്രിസഭ പിന്മാറണം. ഒരു 4 വർഷം മുമ്പുള്ള വരൾച്ചയിൽ 90% ബോറുകളിലും വെള്ളം കുറവായിരുന്നു. പിന്നീടുള്ള പ്രളയത്തിന് ശേഷമാണ് ബോറിലൊക്കെ വെള്ളം ഉയർന്നു വന്നത്. അപ്പോൾ ഞങ്ങളത് അടുത്തൊരു പ്ലാച്ചിമടയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ എന്തായാലും സമരത്തിന് ഇറങ്ങും. ഒരു കാരണവശാലും ഈ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ചൂഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ ആയാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ ആരും ഇത് യോജിക്കുന്നില്ല.